നല്ല സിനിമ നല്ല ത്രില്ലറാണ്. നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്. ഞാൻ ഈ പൊതുവെ ത്രില്ലർ സിനിമകളുടെ ഒരു ഫാനാണ്. അങ്ങനെയുള്ള ഒരു ഓഡിയനെ 100% സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്. നല്ല സിനിമ. എല്ലാവരും പെർഫോമൻസ് വളരെ നന്നായിട്ടുണ്ട്. പ്രത്യേകിച്ചും ജയ്ഷും ഷാജുവും നമ്മളെ ഓഡിയൻസിനെ ഞെട്ടിപ്പിച്ച് കളഞ്ഞു. രണ്ടുപേരും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. വെരി നൈസ്. നന്നായിട്ടുണ്ട്. എല്ലാവരും നല്ല സുഹൃത്തുക്കളല്ലേ, അവരുടെ നല്ല പ്രകടനമായിരുന്നു. ഞാൻ പറഞ്ഞത് നല്ല സസ്പെൻസും ഉണ്ട്, കാര്യങ്ങളുണ്ട്, നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ, നല്ല അഭിനേതാക്കൾ, എല്ലാവരും കൂടി പടം പൊളിച്ചു. അടിപൊളി. ഉഗ്രം പടം, ഒന്നും പറയാനില്ല. എന്താ പറയുക, ഭയങ്കര എൻഗേജാണ്. പിന്നെന്താ, ഒരു അച്ഛൻ്റെയും മകൻ്റെയും ഭയങ്കര ഒരു സ്നേഹബന്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ. സിനിമ ഏത് ജോണറാണെന്ന് അങ്ങനെ കൃത്യം അങ്ങനെ ഒരു ജോണറിൽ കെട്ടിയിടാൻ പറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പല ജോണറും കൈകാര്യം ചെയ്ത് പറഞ്ഞു പോകുന്നുണ്ട്. അത് വളരെ വൃത്തിയായിട്ട് എൻഗേജായിട്ട് ആദ്യം മുതൽ അവസാനം വരെ. പിന്നെ പെർഫോമൻസ്, നമ്മുടെ സുഹൃത്ത്, ഈ സിനിമ വിജയിക്കേണ്ടത് എന്നെപ്പോലുള്ള ആർട്ടിസ്റ്റുകളുടെയും കൂടി ആവശ്യമാണ്. കാരണം എന്താ പറയുക, വളർന്നു വരുന്നവർക്ക് ഇങ്ങനൊരു അവസരം കിട്ടുക, അപ്പം ലീഡ് ക്യാരക്ടറിൽ ആലോചിക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ, അത് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അടിപൊളി. ഞങ്ങൾ കണ്ടേക്കുന്നതിൽ ഏറ്റവും കിടിലം. കാരണം നമ്മളൊക്കെ രജിസ്റ്റർ ആവാന്നൊക്കെ പറഞ്ഞില്ലേ, സത്യത്തിൽ യേശപ്പനെ എല്ലാവരും അറിയും. പക്ഷെ ഇതിലൂടെ അറിയില്ല എന്ന് പറഞ്ഞാൽ ആരും അറിയാനില്ല. അത്രയും നല്ല മൂവി. കാരണം നമുക്കൊരു കാരണം ഡയറക്ടർ ചെയ്തേക്കണ പുതിയ മൂവികളാണ്. സെക്കൻഡ് മൂവിയാണ്, പക്ഷേ ഫസ്റ്റ് റിലീസ് മൂവിയാണ്. അത്രയും നല്ല ഒരു ബോറിംഗ് ഇല്ലാണ്ട്. അതായത് നമ്മൾ നിങ്ങളെപ്പോലുള്ള ഒരാളെ വെച്ചിട്ട് സാധനം ലീഡ് ചെയ്യണമെങ്കിൽ ഡയറക്ടർ അത്രയും കഴിവുള്ള ആളാണ്. തീർച്ചയായിട്ടും നല്ല സിനിമയായിരുന്നു. എനിക്ക് ആക്ച്വലി ലാസ്റ്റ് ഒരു 30 മിനിറ്റ്സേ കാണാൻ പറ്റുള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ടു. 30 മിനിറ്റ്സ് ആ കണ്ടതിലുള്ള സീക്വൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ ഓബ്വിയസ്ലി സ്റ്റോറി അതിൽ നിന്ന് മനസ്സിലായിട്ടില്ലായിരുന്നു. ബട്ട് ലാസ്റ്റ് വന്ന പോർഷൻസ് എല്ലാം നന്നായി വന്നിട്ടുണ്ടെന്നുള്ളൊരു തോന്നലുണ്ട്. ഫുൾ സിനിമ കണ്ട ആൾക്കാരോട് അഭിപ്രായം ചോദിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ഇങ്ങനെ ഇവിടുത്തെ ട്രാഫിക് കാരണം കുറച്ച് എത്താൻ വൈകി. നന്നായി വരട്ടായിരുന്നു. എനിക്ക് കണ്ടത് വെച്ച് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ എന്താ പറയുക, നമ്മൾ മറ്റേ ബിബിൻ ജോർജ് ഇല്ലേ, ആളുടെ ആ മരണവും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമുക്കൊരു ഫീലിംഗ് ആണ്. ഒരു ഫീലിംഗ് പോകുന്ന ഒരു സംഭവമാണ്. പിന്നെ നിങ്ങൾ വേറെ ലെവല്. താങ്ക് യു ലൈഫിൽ ഏറ്റവും ബെറ്റർ. തീർച്ചയായിട്ടും. അപ്പോൾ നന്നായി വരട്ടെ. ഓക്കെ. മനസ്സിലായില്ലേ? ജഗൻ ഷാജി കൈലാസ് സുരേഷ് നല്ലൊരു ത്രില്ലറായിട്ട് വന്നിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, നല്ലൊരു സാധനം. ജയസേട്ടനെ ഇങ്ങനത്തെ ഒരു റോള് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പുള്ളി സ്ഥിരം നമ്മൾ വില്ലൻ പരിപാടികൾ കണ്ട് പെട്ടെന്നൊരു ചേഞ്ച് വന്നു. നല്ല പരിപാടി. തിയേറ്ററിൽ അടിപൊളിയായിട്ട് വർക്കാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടിപൊളിയാവട്ടെ. നല്ല ട്വിസ്റ്റും ടേൺസും പരിപാടികളെല്ലാം ഉണ്ട്. നമുക്ക് വർക്കായി. സാധനങ്ങളെല്ലാം അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട്. കുഴപ്പമില്ല. താങ്ക് യു. കുമ്മാട്ടിക്കളി സെക്കൻഡിന് ഇറങ്ങുക. സോ അന്ന് നമുക്ക് സംസാരിക്കാം. എൻ്റെ സെക്കൻഡ് മൂവിയാണ്, ബട്ട് ഫസ്റ്റ് റിലീസാണ്. പ്രേക്ഷകരല്ലേ പറയേണ്ടത്? ദൈവത്തിനറിയാം. ഞാൻ എൻ്റെ ജോലി ചെയ്തു, പെർഫോം ചെയ്തു. സോ അതിനി പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കും, നിങ്ങൾക്ക് അതിനെ ഇഷ്ടപ്പെടുമോ എന്നുള്ളത് തിയേറ്ററിൽ ഇറങ്ങുന്ന സമയത്ത് കണ്ടറിയാം. ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ടാണ് അഗൈൻ ഫസ്റ്റ് 2 സിനിമകൾ ചെയ്യുന്നതാണ്, കുമ്മാട്ടിക്കളിയും JSKയും. സോ ഒരു ന്യൂ കമ്മർ കയറി വരുമ്പോഴത്തേക്കും അഗൈൻ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അത് കൂടുതൽ എങ്ങനെയാണ് ഇപ്പോൾ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്. അതായത് സിനിമ ഇറങ്ങി അതിൻ്റെ ഒരു പെർഫോമൻസ് എനിക്ക് അനലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ പ്രേക്ഷകർ കാണട്ടെ, എന്നിട്ട് പറയട്ടെ. ഓക്കെ അല്ലേ? താങ്ക് യു.
மலையாளம் வந்து ட்ரை பண்ணுறேன் ஃப்யூச்சரில் ஃப்ளூயண்ட்டாக பேசுகிறதுக்கு. இப்போ நான் தமிழ்லேயே சொல்லிடுறேன். இது என்னுடைய 3வது படம். ஃபஸ்ட்டு படம் ஆர்டினரி, செகண்ட் வந்து ஷிகாரி ஷப்பு பண்ணேன். அப்போ தான் எனக்கு ஜெய்ஷு சார் வந்து ரொம்ப பழக்கமானார். இது வந்து 3rd மூவி. நிறைய மலையாளத்தில் பண்ணணும்னு இன்ட்ரெஸ்ட் எனக்கு ரொம்ப பிடிக்கும் எனக்கு. ஏன்னா இங்கே ஸ்டோரி பேஸ்டு ஆக்ஷன்ஸ்க்கு வந்து ரொம்ப இம்பார்ட்டண்ட் இருக்குது. வாங்க சார் வாங்க. ஸோ எனக்கு ரொம்ப நான் தேங்க்ஸ் பண்ணிக்கிறேன் ஜெய்ஷு சார் அண்டு அப்துல்லா சார், டைரக்டர் அமல் கே ஜோவி, தென் ஆர்ட் டைரக்டர் அண்டு குஞ்சுண்ணி எஸ் குமார் அண்டு ரஜேஷ், எல்லாருக்குமே தேங்க்யூ. சப்போர்ட் பண்ணுங்கள். தேங்க்யூ வெரி மச். தேங்க்யூ மீடியாஸ். தேங்க்யூ வெரி மச்.